ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു റീപോർട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റ് കണ്ടില്ലേ, ഇതിപ്പോൾ ചട്ടി നിറയെ ഇതിൻ്റെ തൈകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാരണം 4-5 പ്ലാന്റ് ഇതിൽ നിന്നും ഞാൻ മുറിച്ചു മാറ്റുകയാണ്. നോടോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റിനെ മുറിച്ചു മാറ്റുന്നത്. അതിനുശേഷം നമുക്കവിടെ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് ഉപയോഗിക്കണം. സാഫാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മുറിച്ചു മാറ്റിയ ഭാഗത്ത് സാഫ് ഉപയോഗിച്ച് എല്ലാം മുറിച്ചു മാറ്റിയ ഭാഗത്തും സാഫ് പുരട്ടി കൊടുക്കണം. ചെടി ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാഫ് പുരട്ടുന്നത്. അതിനുശേഷം ഓരോ പ്ലാന്റിൽ നിന്നും 4-5 ലീഫ് അടർത്തി മാറ്റണം. അടർത്തി മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നോഡ് നോക്കി 1-2 കട്ടിംഗ് ആയിട്ട് മുറിച്ചെടുത്ത് നമുക്ക് മറ്റ് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ തൈകൾ എടുത്തേക്കുന്നത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു നോഡിൽ നിന്ന് തന്നെ 2 തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശേഷം ഓരോ പ്ലാന്റിലും സാഫ് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് സാഫ് അതിൽ ഇട്ട് ഓരോ പ്ലാന്റും അരമണിക്കൂർ മുക്കി വയ്ക്കുക. ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളുണ്ടെങ്കിൽ എല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാഫ് പുരട്ടിയ വെള്ളത്തിൽ ഈ പ്ലാന്റുകളെല്ലാം വെക്കുന്നത്. പൊട്ടി മിക്സിനായിട്ട് എടുത്തിരിക്കുന്നത് മണ്ണ്, ചകിരിച്ചോറ്, പെർലൈറ്റുമാണ്. അരമണിക്കൂറിന് ശേഷം ഓരോ പ്ലാന്റിൻ്റെയും മുറിച്ച ഭാഗത്ത് കുറച്ച് സാഫ് പുരട്ടി, റൂട്ടർ ഉണ്ടെങ്കിൽ കുറച്ച് റൂട്ടറും പുരട്ടി നമുക്ക് ഈ പ്ലാന്റിനെ നടാവുന്നതാണ്. റൂട്ടർ ഉപയോഗിക്കുന്നത് നമുക്ക് പ്ലാന്റിൽ പെട്ടെന്ന് തന്നെ റൂട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റൂട്ടർ ഉണ്ടെങ്കിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു റൂട്ടറാണ് ഉപയോഗിക്കുന്നത്. റൂട്ട് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു റൂട്ടറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഒരു പോട്ടിൽ തന്നെ 2 പ്ലാന്റാണ് ഞാൻ നടുന്നത്. ബാക്കി വരുന്ന നോഡിലെല്ലാം ഇങ്ങനെ സാഫും റൂട്ടറും പുരട്ടി വേറൊരു പോട്ടിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൈ വരും. ഒരു 15 ദിവസത്തേക്ക് നട്ട് ഇങ്ങനെ വെച്ചാൽ തൈകൾ വരുന്നതായിരിക്കും. ഒരു നോഡിൽ തന്നെ 2-3 തൈകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്